ഏത് കൊടും ക്രിമിനലുകൾക്കും സ്വയം നിഷേധിക്കാനാവാത്ത ഒരു വേട്ടയാടൽ ചിലതിലെങ്കിലും ഉണ്ടാകാറുണ്ട്. എല്ലാ ക്രൂരന്മാർക്കും ഉണ്ടാകാറുണ്ട്, ക്രൂര രാജ്യങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. ഒന്നും നടന്നില്ലെങ്കിലും ലോകത്തിന് മുന്നിൽ ചില ക്രൂരതകൾ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം. അത് ഈ എല്ലാ ക്രൂരൻ്റെ ഉള്ളിലും എവിടെയൊക്കെയോ നിറച്ചു വച്ചിരിക്കുന്ന ഈ പ്രപഞ്ചനാഥൻ്റെ ഒരു നീതിയുടെ അംശത്തിൻ്റെ പ്രകാശമാണത്. ഞാനിത് പറഞ്ഞത് ഹിന്ദ് റജബ് എന്ന് പറയുന്ന ഒരു മകളുടെ കഥ പറയാനാണ്. ലോകത്തെ കരയിച്ച മകൾ. ഇത്രമേൽ മനുഷ്യൻ്റെ ക്രൂരതയുടെ ചരിത്രത്തിൽ ഒരു അനീതിയുണ്ടായ ഓർമ്മകൾ ഞാൻ എൻ്റെ വായനയിൽ, എൻ്റെ ഓർമ്മയിൽ കണ്ടിട്ടില്ല. മലാലയെ ആക്രമിക്കപ്പെട്ടതിൻ്റെ ക്രൂരത ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്ത് അത് ഒരു പ്രതീകമായി അതിന് നോബൽ സമ്മാനവും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പ്രഭാഷണത്തിൻ്റെ അടയാളവുമൊക്കെ ആക്കി മാറ്റുമ്പോൾ ഹിന്ദ് റജബിൻ്റെ പേരിൽ ലോകം എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അറബി നാടുകൾ ആ മകളുടെ പേരിൽ ഒരു വലിയ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ചില സ്കോളർഷിപ്പുകളോ ഏർപ്പെടുത്തേണ്ടതാണ് എന്നതാണ് സത്യം. അത്രമേൽ നിസ്സഹായതയോടെയല്ലേ 2024 ആ കുഞ്ഞിനെ ആ കുടുംബത്തോടൊപ്പം എല്ലാവരെയും കൊന്ന ശേഷം ഒടുവിൽ കൊല്ലരുതെന്ന് കേണപേക്ഷിച്ചിട്ടും വെടിയുതിർത്ത് കൊന്ന കാട്ടാളത്തത്തിൻ്റെ ഭാവത്തെ ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന സമ്മതിച്ചിരിക്കുന്നത്രേ. ഞാനൊരു വാർത്ത കണ്ടു ഇന്നലെ. അങ്ങനെ സമ്മതിച്ചു, അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്ന്. ആ ക്രൂരകൃത്യം പ്രവർത്തിച്ചവർക്കെതിരെ എന്തന്വേഷണമാണ്? എന്തന്വേഷണത്തിൽ നീതി കിട്ടാനാണ്? ഒരന്വേഷണത്തെയാണ് ഈ വിശ്വാസികളും സത്യത്തെ സ്നേഹിക്കുന്നവരും നീതിയെ ഇഷ്ടപ്പെടുന്നതും കാത്തിരിക്കുന്നത്. അത് പരലോകത്തെ അന്വേഷണമാണ്, ആരും ഇടപെടാത്ത അന്വേഷണം. അവിടെയാണ് ചുട്ടുപഴിക്കുന്ന നരകാഗ്നിയിലിട്ട് ചുട്ടെടുക്കും എന്ന് പറയുമ്പോൾ അത് ആ ചൂടിനേക്കാൾ കൂടുതൽ നീതിയുടെ തണുപ്പുണ്ടാകുന്നു എന്ന് മനുഷ്യർ വിശ്വസിച്ചു പോകുന്ന നിമിഷം. അതെ, ഹിന്ദ് റജബ് എന്ന് പറയുന്ന ഒരു മകളെ ഒരു തെറ്റും ചെയ്യാത്തവളെ ഒരു വാഹനത്തിലിട്ട് അവളൊരു പ്രത്യേക വംശത്തിൽ, ഒരു വിഭാഗത്തിൽ, ഒരു വിശ്വാസത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അതിക്രൂരമായി കൊന്നുതള്ളിയ കാട്ടാളത്തം ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ആദ്യമൊക്കെ നിഷേധമായിരുന്നു, അങ്ങനെയല്ല ചെയ്തത്, അത് അബദ്ധത്തിലല്ല, സ്വയം ഉണ്ടായതാണ്, പൊട്ടിത്തെറിച്ചതാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ആദ്യം പുറത്തേക്ക് വിട്ടത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ വാർത്ത കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നിയത്. പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ച ആ മനസ്സുകളോടും അതിന് പിന്തുണയ്ക്കുന്ന സമൂഹങ്ങളോടും നിൻ്റെ ഏറ്റവും കഠിനമായ തിരുത്തലിൻ്റെ, ആ ശിക്ഷകളുടെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളുടെ പെയ്ത്ത് അത് ഏതെങ്കിലും തലമുറയ്ക്ക് ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ കാണാനിടയാകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.